ഇന്ന് കർക്കിടകം 31. നാളെ രാവിലെ അയ്യപ്പസ്വാമിയെ കയറി കണ്ടു തൊഴുത് സങ്കടം പറയണം. നാളെ ചിങ്ങം 1-ാം തീയതിയാണ്. അതിശക്തമായ മഴ. നിലയ്ക്ക് വന്നപ്പോൾ കംപ്ലീറ്റ് ബ്ലോക്ക്. തിരക്കിയപ്പോൾ പോലീസുകാർ പാർക്കിങ്ങിൻ്റെ ടോക്കൺ കൊടുക്കാൻ തുടങ്ങിയില്ല. അങ്ങനെ ഒരു 1.5 കിലോമീറ്റർ അവിടെ ബ്ലോക്കിൽ ആയിപ്പോയി. ബ്ലോക്കല്ല, ക്യൂ ആയിരുന്നു. പിന്നെ ടോക്കണൊക്കെ കിട്ടി പമ്പയെ കൊണ്ടുവന്ന് വാഹനമൊക്കെ പാർക്ക് ചെയ്ത് ഇനിയും പമ്പയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പമ്പയാറ്റിൽ നിറഞ്ഞ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നവർ ആറ്റിലിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഭക്തരും കാര്യങ്ങളും ഒന്നുമില്ലാതെ കിടന്നതുകൊണ്ട് സ്റ്റെപ്പയിലെല്ലാം ഭയങ്കര പായലുവാ. തെറ്റി വീഴാതൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഇന്നത്തെ അവസ്ഥയാണ്. ഇന്നോട്ട് പിന്നെ അയ്യപ്പന്മാരെല്ലാം വരികയും ഇറങ്ങുകയും കയറുകയും എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് പായലെല്ലാം മാറും. എന്നാലും വളരെയധികം ശ്രദ്ധിക്കണം. നിറഞ്ഞ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക. വളരെ അപകടമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് വരുന്നവർ വളരെ ശ്രദ്ധിക്കണം. പിന്നെ പമ്പയിലെ വിശേഷം അതിശക്തമായ മഴയാണ്. ഭയങ്കര മഴ. ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം അല്ല, നല്ല തിരക്കുണ്ട്. ഇന്ന് കർക്കിടകം 31 പോലും നല്ല തിരക്കുണ്ട്. പുതുവർഷം മലയാള മാസം തുടങ്ങുമല്ലയോ, അതിൻ്റെ ആവാം നല്ല തിരക്കുണ്ട്. ഗണപതി അമ്പലത്തിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. ഞാൻ മോളിൽ കയറി എന്നിട്ട് താഴോട്ട് നോക്കി ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. സ്വാമിയേ ശരണമയ്യപ്പ. പമ്പ ഗണപതി അമ്പലം. ഗണപതി അമ്പലത്തിലും ഇരുമുടി കെട്ടാനെ കൊണ്ട് നല്ല തിരക്കുണ്ട്. വേണ്ട, ശരിക്ക് അയ്യപ്പ ഭക്തരുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. നാളികേരം സ്വാമിമാരെല്ലാം തുടച്ചുകൊണ്ടിരിക്കുവാണ്. ഗണപതിക്കൊരു നാളികേരം അയ്യപ്പ. പമ്പ ഗണപതിക്കൊരു നാളികേരം അയ്യപ്പ. നല്ല മഴയാണ്. ഇതാണ്ട് ആ ഗ്രൗണ്ടും എല്ലാം കണ്ട മനസ്സിലാവും. നല്ല തിരക്കുണ്ട്. ആ വെർച്വൽ ക്യൂവിൻ്റെ അവിടോട്ട് നോക്കിയാൽ കാണാം തിരക്ക്. കരിക്കൊക്കെ വന്ന് കിടപ്പുണ്ട്. അതിശക്തമായ മഴയാണ്. എന്നിരുന്നാലും പക്ഷേ ഇത്രയും മഴ പെയ്യുകയെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഇവിടെ വരെ കയറിയപ്പോഴത്തേക്ക് ദാഹിക്കുന്നായിരുന്നു. അങ്ങനെ നീലിമല കയറാൻ തുടങ്ങുക. നീലിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. അയ്യപ്പ കാത്തുകൊള്ളണേ.
ഒരു ആംബുലൻസ് കയറി വരുന്നുണ്ട്. എന്തോ എമർജൻസി കേസാണെന്ന് തോന്നുന്നു. സ്വാമി അയ്യപ്പൻ വഴിയാണ് സാധാരണ പോവാറ്. പക്ഷേ നീലിമല വഴി കയറി വന്നു. ഇടയ്ക്ക് വെച്ച് എന്തോ അയ്യപ്പന്മാർക്ക് പരുക്കുണ്ടെന്ന് തോന്നുന്നു. പരുക്കല്ല, എന്തോ മറ്റപകടം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നീലിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. അങ്ങനെ നീലിമല ടോപ്പിൽ വന്നു. സ്വാമിയേ ശരണമയ്യപ്പ. നീലിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. കല്ലും മുള്ളും കാലുക്കും മെത്തേ. സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ. നല്ല മഴയാണ്. വരുന്നവർ ശ്രദ്ധിച്ചോണം. ആ സൈഡിലൊക്കെ മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് സൈഡിലൊക്കെ പോയി ഇരിക്കുകയോ ചെയ്യരുത്. നമ്മുടെ അട്ട കയറി കടിച്ചു കഴിഞ്ഞാൽ അറിയത്തതുമില്ല, ഉള്ള രക്തമെല്ലാം ഊറ്റി കുടിക്കും. അത് ശ്രദ്ധിച്ചോണം. അത് കയറി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ കയറി അവിടെ ഇവിടെ എല്ലാം കാലിൻ്റെ മുട്ടിന് താഴോട്ട് എല്ലായിടവും കയറി കടിക്കും. നമ്മൾ ഒരു കാരണവശാലും ഇട്ട് അറിയത്തതുമില്ല. രക്തം കാലേ കൂടെ ഒഴുകുമ്പോഴേ അറിയത്തുള്ളൂ. ഞാൻ മഴ നനഞ്ഞ് വീഡിയോ എടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ അപ്പാച്ചിമേടായി. നല്ല മഴയാണ്, നല്ല മഴ. അവിടെ വന്നൊരു തണ്ണിമത്തനൊക്കെ കഴിച്ചു. കണ്ടോ ഭക്തർ പോകുന്നത്. സ്വാമി ശരണയ്യപ്പ. ഒരു ട്രാക്ടർ കയറി വരുന്നുണ്ട്. അങ്ങനെ അപ്പാച്ചിമേട് ടോപ്പായി. ഇനി ശരംകുത്തി ചെല്ലണം നിരപ്പാകണമെങ്കിൽ. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ ശബരിപീഠം വന്നു, നിരപ്പായി. ഇനി സന്നിധാനം വരെ നിരപ്പ. അങ്ങനെ ഒരു മഴ നനഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ശരം കുത്തി ഓരോരുത്തർ ശരം തറയ്ക്കുന്നു, നാളികേരം ഉടയ്ക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ആ ശബരിപീഠത്തിൻ്റെ അവിടെ ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കിണ്ടിയാണ്. അത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ മരക്കൂട്ടമായി. നല്ല മഴയാണ്, മഴ നനഞ്ഞോണ്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിലാണെ കുടയുമില്ല, ഒന്നുമില്ല. ആ മഴ നനഞ്ഞ് ഞാൻ വിട്ടു. പക്ഷേ അതുകൊണ്ട് ക്ഷീണം അറിഞ്ഞില്ല. ശബരിപീഠം വരെ കയറി വന്നത് അറിഞ്ഞതേ ഇല്ല. ശബരിപീഠത്ത് വന്നപ്പോഴാണ് അറിയുന്നത് ശബരിപീഠം ആയെന്ന്. പക്ഷേ വെയിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണവും ആ വെള്ളം കുടിച്ച് ഊപ്പാട് വരും. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ ഓരോരുത്തർ കോട്ടുമൊക്കെ ഇട്ട് പോകുന്നു, ചിലർ കുട പിടിച്ച് പോകുന്നു. എനിക്ക് തോന്നുന്നത് ആ ട്രോളിക്കാരും ഞാനും മാത്രമേ ഉള്ളൂ നനഞ്ഞു പോണത്.
അങ്ങനെ സന്നിധാനം അടുക്കാറായി. അങ്ങനെ സന്നിധാനത്തോട്ട് ഇറങ്ങുക. ഫയർഫോഴ്സുകാർ സന്നിധാനത്തോട്ട് ഇറങ്ങുന്ന ആ ഭാഗങ്ങളൊക്കെ പായലും ചള്ളയൊക്കെ അടിച്ച് കഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ സന്നിധാനത്ത് വന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. വേണ്ട, സന്നിധാനം നടപ്പന്തൽ നിറഞ്ഞു. നടപ്പന്തലെ ഓരോ കമ്പിയുടെ ഇതിലും ആളായി. വൈകിട്ട് 5 മണിയാകുമ്പം നട തുറക്കും. ഇപ്പം നട അടച്ചിട്ടേക്കുവാണ്. അതാ ഇപ്പം കാണുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് നമ്മൾ ആ നടപ്പന്തലിലെ അയ്യപ്പസ്വാമിയും ഗണപതിയുടെയും ആ സ്റ്റേജിലെ ഇതാ. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ നടക്കൽ ഭാഗമായി. ഇപ്പോൾ ഇവിടെങ്ങും ഒരു അയ്യപ്പന്മാരും ഇല്ല, എല്ലാവരും വന്നുകൊണ്ടേ ഇരിക്കുക. നട അടച്ചിട്ടേക്കുക. അടുത്ത് പോയി നിന്നൊരു എടുത്ത ഫോട്ടോയാണ്. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ അയ്യപ്പ ഭക്തരുടെ അതിയായ തിരക്കായിരിക്കും. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. കിട്ടും കിട്ടി ശബരിമലയ്ക്ക്. തേണ മാളികപ്പുറത്തിൻ്റെ അവിടുന്ന് സിവിലിൽ കയറാൻ നിൽക്കുന്ന ഭക്തരാ അത് മൊത്തം. സിവിലിൻ്റെ ആദ്യത്തെ അവിടുന്ന് തുറന്നിട്ടില്ല, ബാക്കി മൊത്തം ഫ്രീ ആയിട്ട് കിടക്കാൻ ആരുമില്ല. പക്ഷേ നട തുറക്കുമ്പോഴത്തേക്ക് ആൾ ഭയങ്കര തിരക്കായിരിക്കും. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കണ്ട ആ ഒരു ഇതാണ്. ഇത് ആ മാളികപ്പുറത്തിൻ്റെ ആ മുകൾ ഭാഗത്ത് കയറി നിന്ന് എടുത്ത വീഡിയോയാണ്, താഴോട്ട് നോക്കുന്നത്. അവിടുന്ന് വീഡിയോ എടുത്തിട്ട് തിരിച്ചിറങ്ങി വരുന്ന ആ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പേ മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ കാടിൻ്റെ അടുത്തൊക്കെ ചെല്ലാം, കാട് അടുത്ത് കാണുകയും ചെയ്യാം. ശ്രദ്ധിച്ചോണം, കാട്ടുമൃഗങ്ങളൊക്കെ വല്ലതും വന്ന് നിൽപ്പുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. പിന്നെ അയ്യപ്പസ്വാമി നടയൊക്കെ തുറന്നിരിക്കുന്ന ആ സമയത്താണെങ്കിൽ ആളും ജനക്കൂട്ടവും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ ഇതിൽ പേടിക്കണ്ട. എന്നിരുന്നാലും പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, സേഫ്റ്റി അത് തന്നെയാണ് നല്ലത്, പോകണ്ട. അങ്ങനെ നട തുറക്കാറായി. നാല് 50 താഴേന്ന് അയ്യപ്പന്മാരെ മേപ്പോട്ട് കയറ്റി വിടും. 5 മണിക്ക് 18-ാം പടി. അങ്ങനെ താഴത്തെ നടപ്പന്തലിൽ നിന്ന്
അയ്യപ്പന്മാരെ തുറന്നു വിട്ടു. മേപ്പോട്ട് എല്ലാവരും വന്നു. അയ്യപ്പ സന്നദ്ധിയിൽ 18-ാം പടി ചവിട്ടി കയറാനുള്ള ഇതിൽ എല്ലാവരും ശരണവിളികളാൽ നിൽക്കുക. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. നീ തന്ത്രി ഇറങ്ങി വന്ന് ആഴിക്ക് തിരികൊളുത്തണം. അതുകൊണ്ട് തന്ത്രി ഇറങ്ങി വരുന്നുണ്ട്. തന്ത്രി ഇറങ്ങി തിരികൊളുത്തി തിരിച്ചു പോയി കഴിഞ്ഞ് ഇവിടം തുറന്നു വിടും. സ്വാമിയേ ശരണമയ്യപ്പ. ആഴിക്ക് തിരികൊളുത്തിയിട്ട് തിരികെ പോവുകയാണ് മേൽശാന്തി, തന്ത്രി, ആൾക്കാരുമല്ല. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. നട തുറന്നു. അയ്യപ്പ ഭക്തരെല്ലാം കയറാൻ തുടങ്ങി. ചില അയ്യപ്പന്മാർ വന്ന് നാളികേരം ഉടച്ചിട്ട് കയറി പോകുന്നുണ്ട്. ചിലർ 18-ാം പടി ചവിട്ടി കയറാനുള്ള ആ ഒരു ഇതിൽ നേരെ അങ്ങ് കയറി പോകുന്നവരുണ്ട്. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. വേണ്ട കണ്ടോ, ഇന്ന് 1-ാം തീയതിയുടെ തലേ ദിവസമാണ്, കർക്കിടക 31. എന്നിട്ട് തന്നെ ഇത്രയും നല്ല തിരക്കാണ്. അന്നേരം നാളെ 1-ാം തീയതി ആയിട്ട് എന്ത് വേണ്ടി തിരക്കായിരിക്കും. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. അന്നേരം ഇന്ന് കർക്കിടക 31. ഗണപതിക്കൊരു നാളികേരം അയ്യപ്പ. പമ്പ ഗണപതിക്കൊരു നാളികേരം അയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ ഭക്തരെല്ലാം നാളികേരം ഉടച്ച് കയറുകയാണ്. ഞാൻ നാളെ വെളുപ്പിനത്തെ പുലർച്ചെ നട തുറക്കുമ്പം കയറി തൊഴാനുള്ള പരിപാടിയില്ല. സ്വാമി ശരണമയ്യപ്പ. കർക്കിടകം 31 പമ്പയിലെ
സന്നിധാനത്തെ വിശേഷങ്ങളാണ്. സ്വാമിയേ ശരണമയ്യപ്പ.